റിമിയുടെ മുഖത്തെ വിജയച്ചിരി. ഈ നാടകം അവളുടെ സംവിധാനം തന്നെയാണെന്ന് സീത ഉറപ്പിച്ചു. തനിക്കെന്താടാ ഇവിടെ കാര്യം? യാതൊരു പേടിയുമില്ലാതെ മുന്നിലേക്ക് കയറി നിന്ന സീതയെ ഗിരീഷ് ഒരാക്കി ചിരിയോടെ നോക്കി. ഇവിടെ എൻ്റെ ഭാര്യയും മകളുമുണ്ട്. അവരെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് കാണാം. അതിനായി വരാം. അതത്ര ചെറിയ കാര്യമല്ലല്ലോ മോളെ. അവൻ്റെ മട്ടും ഭാവവും കാണുമ്പോൾ സീതയ്ക്ക് അടിമുടി പെരുത്ത് കയറുന്നുണ്ട്. 4 വർഷത്തിന് ശേഷമാണോ നിനക്കാ വെളിപാടുണ്ടായത്? അവളുടെ കല്ലിച്ച മുഖത്തേക്ക് റിമി പരിഹാസത്തോടെ നോക്കി. ഇതൊക്കെ ഞാൻ എന്തിനാടി നിന്നോട് പറയുന്നത്? മാറങ്ങോട്ട്. ഗിരീഷ് അവരെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് തന്നെ പോകൂ. അത് തടയാൻ നീ വളർന്നിട്ടില്ല. ഗിരീഷ് അവളെ പിടിച്ചെന്ന് തള്ളി. ഇതെൻ്റെ വീടാണ്. ഇവിടെ വന്നിട്ട് പോക്രിത്രം കാണിച്ച് ഈസിയായി പോകാമെന്ന് നീയും വിചാരിക്കണ്ട. അവൻ്റെ നേരെ നോക്കി സീത വീര്യത്തോടെ പറഞ്ഞു. റിമിയുടെയും കാർത്തികിൻ്റെയും പരിഹാസച്ചിരി അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ധാരാളമായിരുന്നു. നീയൊരു ചുക്കും ചെയ്യില്ലടി. ഇതെൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശമുള്ള വീടാണ്. അവരിപ്പോഴും എൻ്റെയാണ്. ഗിരീഷ് നെഞ്ചിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഓർമ്മ ഉണ്ടായതുകൊണ്ടാണോ നീ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു പൂച്ചയെ ഉപേക്ഷിച്ച് കളയുന്ന ലാഘവത്തോടെ അവരെ കൈവിട്ട് കളഞ്ഞത്? സീത വെല്ലുവിളി പോലെ അവനെ നോക്കി. ഗിരീഷ് സീതയെ ഒന്ന് അടിമുടി നോക്കി. ഡേ പാർവതി, എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി വാടി. അകത്തേക്ക് നോക്കി അവൻ അലറി. ഇവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ സീത അവന് മുന്നിൽ നിന്നും അനങ്ങിയില്ല. ഞാൻ അങ്ങോട്ട് കയറി വന്ന് ഇറക്കിക്കൊണ്ടുവരണോ? നീ ഇങ്ങോട്ട് വരുമോ? അറിയാലോ നിനക്കെന്നെ. മറന്നിട്ടില്ലല്ലോ നിനക്ക് കിട്ടിയതൊന്നും. വീണ്ടും ഗിരീഷിൻ്റെ അട്ടഹാസം. ഉറക്കെ പറയുന്നതിനൊപ്പം അവജ്ഞതയോടെ അവൻ സീതയെ നോക്കി. വല്ലാത്തൊരു ലഹരിയോടെ അവളിലെ നിസ്സഹായാവസ്ഥ കണ്ടുനിന്ന് രസിക്കുകയാണ് റിമി. കാർത്തികിൻ്റെ കണ്ണുകൾ അവളുടെ ഉടലാഴങ്ങളിലെ ആഴം അളക്കുന്ന തിരക്കിലും. പാർവതി, ഇറങ്ങി വാടി. വീണ്ടും വീണ്ടും ഗിരീഷ് വിളിക്കുന്നുണ്ട്. ഒടുവിൽ വിറയലോടെ ലല്ലമോളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പാർവതി ഇറങ്ങി വന്നു. പ്രേതത്തെ കണ്ടതുപോലെ അവളുടെ മുഖം വിളറി വെളുത്തു പോയിരുന്നു. വിറയലോട് കൂടി അവൾ വേച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ വന്ന് നിന്നു. ഗിരീഷ് തലചിരിച്ചുകൊണ്ട് സീതയെ നോക്കി. എന്നിട്ട് പാർവതിയുടെ അരികിലേക്ക് ചെന്നു. ലല്ലുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ചുവരിലേക്ക് ചുരുങ്ങി. നീയങ്ങ് കൊഴുത്തുപോയല്ലോടി. അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് സീത കണ്ണുകൾ ഇറുക്കിയടച്ചു. അവനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ പാർവതിയെയും കുഞ്ഞിനെയും ഉപദ്രവിച്ചാലോ എന്നൊരു ഭയം അവളെ പിടിച്ചുലച്ചു. ജനിച്ചിട്ട് ഇന്ന് വരെയും ഒരു നോക്കുപോലും കാണാത്ത സ്വന്തം കുഞ്ഞിന് നേരെ അപ്പോഴും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയില്ല. കഴുകൻ കണ്ണുകളോടെ പാർവതിയുടെ വിറയ്ക്കുന്ന ചുണ്ടിലാണ് അവൻ്റെ ശ്രദ്ധയത്രയും. ആ നോട്ടത്തിൽ അവൾ വീണ്ടും വീണ്ടും ചുവരിലേക്ക് പതുങ്ങുന്നുണ്ട്. നിന്നോടുള്ള കൊതി തീർന്നിട്ടൊന്നും വിട്ടുകളഞ്ഞതല്ലല്ലോ ഞാൻ. 1 മാസം പിന്നിടുമ്പോഴേക്കും അവളുടെ ഒരു ഒടുക്കത്തെ ഗർഭം, ഛർദി, ക്ഷീണം. മനുഷ്യൻ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ട് കൂടിയില്ലായിരുന്നു. പാർവതിയെ നോക്കി ഗിരീഷ് മുരളുമ്പോൾ കഴിഞ്ഞുപോയ കുറേ കറുത്ത ദിനങ്ങളും അന്നത്തെ മുറിവുകളും പാർവിനെ വീണ്ടും വേദനിപ്പിച്ചു. അവൾ കുടുങ്ങി വിയർത്തു. ഒരിക്കൽ കൂടി ആ വേദന സഹിക്കുന്നതിൽ നല്ലത് മരണമാണെന്ന് ഉള്ളുകൊണ്ട് തേങ്ങി. ഒറ്റയടിക്ക് അവനെ കൊന്നുകളയാനുള്ള ദേഷ്യം ഉള്ളിൽ നുരഞ്ഞു പൊന്തിയിട്ടും വിരൽ പോലും ഉയർത്താൻ കഴിയാത്ത വിധം അവൾ ആ മുന്നിൽ കുഴഞ്ഞിരുന്നു. അവളുടെ നെഞ്ചിൽ പേടിയോടെ ലല്ലവും. അർജുൻ രാവിലെ ആരെയോ കാണാൻ ഇറങ്ങിപ്പോയിട്ട് വന്നിട്ടില്ല എന്നതും അവളുടെ ഭയത്തിൻ്റെ ആഴം കൂട്ടി. ഗിരീഷിനെ ഒന്ന് നോക്കിയിട്ട് റിമി സീതയുടെ മുന്നിൽ പോയി നിന്നു. പേടിച്ചു പോയോ സ്ട്രോങ് സീതാലക്ഷ്മി? അവളുടെ പക നിറഞ്ഞ കണ്ണുകൾ. സീത കണ്ണുകൾ വലിച്ചു തുറന്നു. ഗിരീഷിൻ്റെ ഭാര്യയാണ് നിന്റെ ചേച്ചി ഇപ്പോഴും. ഞാനൊന്ന് മൂളിയാൽ ഈ നിമിഷം അയാൾ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകും. തടയാൻ നിനക്കെന്ത് അവകാശമാണ് സീതാലക്ഷ്മി? നിയമം പോലും അവനൊപ്പമേ നിൽക്കൂ. കാരണം നിയമപരമായി അവനാണ് അവളിൽ അവകാശം. സീതയുടെ കാതിനരികിൽ റിമി വിഷം ചീറ്റി. സീത അവളെ തുറച്ചു നോക്കി. ഞാനത് ചെയ്യണോ? വീണ്ടും റിമി അവൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. സീത ഒന്നും മിണ്ടിയില്ല. നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് സീതാലക്ഷ്മി. നിന്നോട് ഞാൻ പറഞ്ഞതാ എനിക്കെതിരെ കളിക്കാൻ നിൽക്കരുതെന്ന്. നീ തോറ്റുപോകുമെന്ന്. റിമി പുച്ഛത്തോടെ ചിരിച്ചു. നിനക്ക് എന്ത് വേണം? സീത അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് അവനെ വേണം, എൻ്റെ കണ്ണനെ. റിമി അവളെ നോക്കി. സീതയുടെ ഹൃദയം വിറച്ചു. അവൻ എൻ്റെയല്ലേ എന്ന് ഹൃദയം അലറി വിളിച്ചു. വേറൊന്നും വേണ്ട, നീ തന്നെ അവനെ വേണ്ടെന്ന് പറയണം. സീതാലക്ഷ്മിയിലേക്ക് അവൻ ഇറങ്ങി വരാൻ നീയൊരവസരം കൊടുക്കരുത്. വെറുപ്പോടെ വേണം അവനിനി നിന്നെ ഓർക്കാൻ. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരും. നീ അനുസരിക്കും. റിമി കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് നിന്നു.
ഇതുവരെയും ഞാൻ കളിച്ചതൊക്കെ ഒരു ട്രയൽ മാത്രം. ഇനിയും നീയും അവനും കൂടി ഈ പ്രണയം തുടരാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഓർത്തോ, തീർത്ത് കളയും ഞാൻ. റമിയുടെ വാക്കുകൾക്ക് പകയുടെ കനം. സീതയുടെ ഉള്ളം വിറച്ചു തുടങ്ങി. എങ്കിലും അവൾക്ക് മുന്നിൽ പതറില്ലെന്ന് വാശിയുള്ളതുപോലെ കൈകെട്ടി അനങ്ങാതെ നിന്നു. നിന്നെയല്ല, അവനെ, നിന്റെ പ്രാണനാഥനെ. പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അവൻ. എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട. സമ്മതിച്ചു തരില്ല ഞാൻ. റിമി ക്രൂരത നിറഞ്ഞ ചിരിയോടെ സീതയെ നോക്കി. നീ ആലോചിക്കേ, നന്നായി ആലോചിക്കേ. എനിക്ക് നഷ്ടങ്ങളൊന്നും തന്നെയില്ല. ഏതായാലും അവനെ ഞാൻ നിനക്കൊപ്പം ജീവിക്കാൻ വിടില്ല. പക്ഷേ നീ കാരണം കണ്ണൻ, അവന് ജീവൻ പോലും നഷ്ടപ്പെടും. അത് വേണോ? അത് സഹിക്കാനാവുമോ നിനക്ക്? വീണ്ടും റിമി ചിരിച്ചു. വളരെ പതിയാണ് അവളത് പറയുന്നത്. ഈ കാര്യം നിനക്ക് അവനെ അറിയിക്കണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ മറക്കണ്ട. അവനിപ്പോഴുള്ളത് റിമിയുടെ തട്ടകത്തിലാണ്. എൻ്റെ ഒരു വാക്കിന് കാതോർത്തുകൊണ്ട് അവന് ചുറ്റും മരണം പതിയിരിക്കുന്നുണ്ട്, അവൻ പോലും അറിയാതെ. സീത വിറച്ചുകൊണ്ട് ചുവരിൽ ചാരി. കള്ളച്ചിരിയോടെ ഒരുവൻ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നു. നിന്റെ ഒരു വാക്കിൻ തുമ്പിലാണ് കണ്ണൻ്റെ ജീവൻ. റിമി അവളെ കൂടുതൽ തളർത്തി. നിന്റെ പ്രണയം തുടരണോ അതോ പ്രാണനാഥൻ്റെ ജീവൻ വേണോ? തീരുമാനം നിന്റെയാണ്. റിമി അവളുടെ നേരെ കൈവിരൽ ചൂണ്ടി. വിറച്ചുകൊണ്ടിരിക്കുന്ന പാർവതി പോലും കേൾക്കാതെ അത്രയും പതിയാണ് റിമി വിഷം ചീറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനാണിതിന് പിന്നിലെന്ന് നിനക്കവനെ അറിയിക്കാം. പക്ഷേ പിന്നീടൊരിക്കലും അവനെ നീ കാണില്ല. കാരണം അവനെ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല. റിമി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. നാളെ ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും നിന്റെ തീരുമാനം അറിയണം. നിനക്ക് സമ്മതമല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. നിന്റെ ഈ ചേച്ചി പിന്നെ ഗിരീഷ് പറയുന്നത് കേൾക്കുന്ന വെറുമൊരു കളിപ്പാവയാകും. നിന്റെ പുന്നാര അനിയൻ ഒരുത്തനില്ലേ, അവനുള്ള പണി ഒരുങ്ങുന്നുണ്ട്. എല്ലാം എല്ലാം നിന്റെ ഒരു വാക്കിന് വേണ്ടി കാത്തു നിൽപ്പാണ്. സീത വീണുപോയേക്കും എന്നവൾ പേടിച്ചു. കൂടുതൽ കൂടുതൽ ചുവരിൽ ചാരി. അപ്പോൾ പോട്ടെ, സ്ട്രോങ് സീതാലക്ഷ്മി. റിമി സീതയുടെ മരവിച്ച കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വാ ഗിരീഷ്, നമുക്കിനി നാളെ വരാം. അവൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞത് കേട്ട് ഗിരീഷ് അനുസരണയോടെ തലയാട്ടി. അവൾ എണ്ണിക്കൊടുത്ത നോട്ടുകൾ അവൻ്റെ പോക്കറ്റിൽ സ്വസ്ഥം. കുഴപ്പമില്ല കണ്ണാ, നീ സമാധാനമായിട്ടിരിക്കെ. ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. ഹരി കണ്ണനെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലാണ്. ഏതായാലും നീ ഫോൺ ഓഫ് ചെയ്യേ. അവൾ എന്തെങ്കിലും അത്യാവശ്യമായതുകൊണ്ടാകും ഫോൺ എടുക്കാത്തത്. അല്ലെങ്കിൽ നീ വിളിച്ചാൽ എടുക്കാതിരിക്കോ? ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. എത്തിയിട്ട് നിന്നെ വിളിക്കാം, ഓക്കെ? ഒരു നിമിഷം കൂടി കണ്ണൻ്റെ മറുപടിക്ക് കാത്തു നിന്നിട്ട് ഹരി ഫോൺ ഓഫ് ചെയ്തു. സീതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഹരിയെ വിളിച്ചതാണ് കണ്ണൻ. ഹരി വേഗം പോവാനിറങ്ങി. അപ്പോഴേക്കും വരദ അവർക്കുള്ള ഭക്ഷണം ഒരു കവറിലാക്കി ഹാളിലെ മേശയിൽ കൊണ്ടുവച്ചു. പെട്ടെന്ന് പോ ഹരി, അതുങ്ങള് വിശന്നിരിപ്പാവും. സാരിത്തുമ്പിൽ കൈതുടച്ചുകൊണ്ട് ഹരിയെ നോക്കി വരദ പറഞ്ഞു. കഴിഞ്ഞു, പോവാണ്. ഹരി അങ്ങോട്ട് വന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഭദ്രയോട് റെഡിയായി നിൽക്കാൻ പറ അമ്മേ, ഞാൻ ആക്കി കൊടുത്തോളാം അവളെ. ഹരി മേശയിൽ നിന്നും കവറെടുക്കുന്നതിനിടെ പറഞ്ഞു. നീ ഓടിപ്പിടിഞ്ഞ് വരുമൊന്നും വേണ്ട, അവൾക്ക് വൈകിട്ട് പോയാലും മതിയാവും, വരദ പറഞ്ഞു. ഒന്ന് തലയാട്ടിക്കൊണ്ട് ഹരി പുറത്തേക്ക് നടന്നു. ഹരിയും അർജുനും ഒരുമിച്ചാണ് ചെന്നിറങ്ങിയത്. വഴിയിൽ നിന്നും കിട്ടിയതാണ് അർജുനെ. രണ്ടും കൂടി വീണ്ടും കരഞ്ഞിരിപ്പുണ്ടാകും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അകത്തെ മൂകത കണ്ടിട്ട് ഹരിയാണ് പറഞ്ഞത്. ചെരിപ്പഴിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കിയ ഹരിയുടെയും അർജുൻ്റെയും നെറ്റി ചുളിഞ്ഞു. വെറും നിലത്ത് വിറച്ചുകൊണ്ട് പാർവതിയും ലല്ലുമോളും, കുറച്ചു മാറി മരവിച്ചതുപോലെ സീതയും. ചേച്ചി! അർജുൻ ഒരു കുതിപ്പിന് അകത്തെത്തി. ശബ്ദം കേട്ടതും ലല്ലുമോള് വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി. കയ്യിലുള്ള കവർ തിണ്ണയിലേക്ക് വെച്ചിട്ട് ഹരി അവളെ വാരിയെടുത്തുകൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. ആ കുഞ്ഞു ഹൃദയം വല്ലാതെ മിടിക്കുന്നത് അവൻ അറിയാൻ കഴിഞ്ഞു. എന്ത് പറ്റി? കുഞ്ഞിനെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ച് ആ പുറത്ത് തട്ടിക്കൊണ്ട് ഹരി പാറുവിനെയും സീതയെയും മാറി മാറി നോക്കി. രണ്ടാളും മിണ്ടുന്നില്ല. പാറു കരച്ചിലാണ്. സീത എങ്ങോട്ടോ തുറച്ചു നോക്കിയിരിക്കുന്നു. വല്യേച്ചി, എന്താ ഉണ്ടായേ? അർജുൻ പാറുവിനെ പിടിച്ചു കുലുക്കി. അവൾ പേടിയോടെ വീണ്ടും ചുമരിലേക്ക് പറ്റിച്ചേർന്നു. മര്യാദയ്ക്ക് വാ തുറന്ന് പറയുന്നുണ്ടോ? അവളുടെ ആ അവസ്ഥ കണ്ടിട്ട് ഹൃദയം നൊന്ത് ഹരി അക്ഷമയോടെ ഉറക്കെ ചോദിച്ചു. അവൻ ഒറ്റക്കൈ കൊണ്ട് സീതയെ വലിച്ചു പൊക്കി തിണ്ണയിലിരുത്തി. എന്താ ഇവിടെ ഉണ്ടായേ? അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം. സീത ഒന്ന് അവനെ തുറച്ചു നോക്കി. പറയടി. അവൻ്റെ ശബ്ദം ഉയരുന്നതിനനുസരിച്ച് ലല്ലു വിറച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് ഇറുക്കി പിടിക്കുന്നുണ്ട്. ഗിരീഷ് വന്നിരുന്നു.
കല്ലിച്ച സീതയുടെ സ്വരം. ഹരിയുടെ ഹൃദയം പിടഞ്ഞു. അറിയാതെ അവൻ്റെ കണ്ണുകൾ പാർവതിയിലെത്തി. എന്തിന്? അർജുൻ താഴെ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അവന് അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വേണമെന്ന്. ഹരിയെ നോക്കാതെ പരുക്കമായി സീത പറഞ്ഞു. നെഞ്ച് കീറിയൊരു ഈർച്ചവാള് കടന്നു പോയതുപോലെ ഹരിയൊന്ന് പൊളഞ്ഞു. അവൻ പാർവതിയുടെ മുന്നിൽ പോയി നിന്നു. ആ കരച്ചിൽ തോർന്നിട്ടില്ല. വാ, എണീക്ക്. ഹരി അവൾക്ക് നേരെ കൈനീട്ടി. പാർവതി അവനെ നോക്കി അനങ്ങാതെയിരുന്നു. വാ പാറു, ഹരി വീണ്ടും പറഞ്ഞു. അയാൾ എന്നെ മോളെയും കൊന്നു കളയും ഹരി. എനിക്ക് പേടിയാവുന്നു, പാർവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹരി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചു. പിന്നെ ഒരൊറ്റ വലിക്ക് പാർവിനെ എഴുന്നേൽപ്പിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. ഹരി ജീവനോടെ ഈ ലോകത്തുണ്ടെങ്കിൽ ഹരിയുടെ പെണ്ണിനെയും കുഞ്ഞിനെയും ആരും ഒന്നും ചെയ്യില്ല. ആ പേടി നിനക്ക് വേണ്ട. അവൻ്റെ കൈകളും വാക്കുകളും മുറുക്കി.